റൈറ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് തൊപ്പി വെയ്സ് ഹെൽനോസ് പാട്ട അവരുടെ ഒരു വീഡിയോയെ കുറിച്ചാണ്. അപ്പോൾ അത് തീർച്ചയായും രക്ഷിതാക്കളും കണ്ടിരിക്കണം. രക്ഷിതാക്കൾ എന്തിനാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ എന്താണ് നമ്മുടെ കുട്ടികൾ കാണുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അവരുടെ ഒരു അടുത്ത സുഹൃത്തായിട്ട് മാറണം. നമ്മളെ യൂട്യൂബിൽ നിന്ന് ഏത് വിധത്തിലുള്ള വീഡിയോസാണ് കാണുന്നത്, ആരുടെ വീഡിയോസാണ് കാണുന്നത്, ഇവരുടെയൊക്കെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ ഒരു സ്വാധീനം ചെലുത്തും കുട്ടികളിൽ. നമ്മൾ ഏത് വീഡിയോസാണോ, എന്താണോ കാണുന്നത്, എന്താണോ പഠിക്കുന്നത്, എന്താണോ വായിക്കുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, ഇവൻ രക്ഷിതാക്കൾ പോലും ചെയ്യുന്ന എന്താണോ ആ ചീത്ത പ്രവൃത്തി, എന്ത് കാര്യങ്ങളായാലും അത് കുട്ടികളിലേക്കും അവരുടെ ആ ഒരു മുന്നോട്ടുള്ള കാലങ്ങളിലേക്ക് അവരെയും സ്പർശിക്കും. അവരുടെ ഒരു മാനസിക തലത്തിലേക്കും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, എല്ലാ കാര്യത്തിലേക്കും ഇത് അവരിൽ ഒരു വേണ്ടാത്തൊരു ഉൾക്കാഴ്ചയിലേക്ക് പോകുന്നതായിരിക്കും. അതാണ് രക്ഷിതാക്കളും ശ്രദ്ധിക്കാന്ന് പറഞ്ഞത്. പിന്നെ ഹെൽനോസ് പാട്ടി എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൊപ്പിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ അവർ ഡേറ്റിംഗ് ആപ്പ് സെർച്ച് ചെയ്ത് ഓരോരുത്തരെ ഇങ്ങനെ സെലക്ട് ചെയ്യും. പല ആൾക്കാരും സെലക്ട് ചെയ്യും. അങ്ങനെ പല വീഡിയോന്റെ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരിത് അവനും പിന്നെ അവൻ്റെ ഗേൾഫ്രണ്ടും, പേരൊന്നും ഞാൻ അവിടെ എടുത്ത് പറയുന്നില്ല, ഗേൾഫ്രണ്ടും പിന്നെ കുറച്ച് കൂട്ടുകാരും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും അപ്പോൾ അവനും ഓളും കൂടി ഉണ്ടാവുന്നവർ അവൻ്റെ മടിയിലിരുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അത് കാണിക്കുന്നതും പിന്നെ അവളെ ഒറ്റയ്ക്കിരുത്തി ആ ഒരു ആപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. പക്ഷെ അതിൽ പറയുന്നത് വളരെ, ആ കുട്ടി ഹെൽനോസ് പാട്ട പറയുന്നത് വളരെ വൃത്തികെട്ട വാക്കുകളാണ്. അത് ഹിന്ദിയിലുള്ള വേർഡുകളാണ്, പക്ഷെ അത് ഇത്രയും വൃത്തികെട്ട വാക്കുകളാണ്. അപ്പൊ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ ഒരു മാധ്യമോപാധി ഇത്തരം വൃത്തികേടുകൾക്കുള്ളതായി മാറരുത്. എന്താണെന്നാൽ ഇതൊക്കെ ഒരു സെൻസർഷിപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താവും സ്ഥിതിയെന്ന് മനസ്സിലാക്കാലും ഏതൊരു സാധാരണക്കാരനും ഏതൊരു മൊബൈൽ ഉള്ള ആൾക്കാർക്കും തുടങ്ങാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, പാവപ്പെട്ടവർ, ഒരുപാട് ആൾക്കാരുടെ ഹെൽനോസ് പാട്ടന്റെ വീഡിയോസുകളൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ല നല്ല വീഡിയോസുകളും നല്ല ആശയങ്ങളൊക്കെയാണ് അതിലുണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാരായാലും തന്നെ. എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ഈ മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമായാണ് നമ്മൾ ഓരോരുത്തരും മാറേണ്ടത്. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതാണ്. ഇപ്പോഴത്തെ TV മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഏതൊരാളായാലും ഒരു ദിവസം യൂട്യൂബിൽ കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കാത്ത മൊബൈലുള്ള ഒരാളും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ അവരിലേക്ക് പകർന്നു നൽകേണ്ടത്, അവരിലേക്ക് എത്തിക്കാനുള്ളത് ഇത്തരം കോമാളിത്തരങ്ങളല്ല, ഇത്തരം വൃത്തികേടുകളല്ല. അത് കുട്ടികളിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തി അവരുടെ ബുദ്ധി വികാസത്തിൽ തന്നെ അവരെ വേറെ തലത്തിലേക്ക് വ്യതിചലിക്കുകയും അവരുടെ ആ ഒരു ചിന്താഗതി തന്നെ വേറെ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നും ഉണ്ടാവരുത്. അപ്പൊ അഥവാ തന്നെ സെൻസർഷിപ്പിനോ മറ്റോ മുറവിളി അല്ലേ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു സെൻസർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ കൈകളിൽ നിന്നും വഴുതി പോകുന്ന ഒരു രീതിയിലേക്ക് മാറും. അപ്പൊ അവന്റെ ആ ഒരു വരുമാന സ്രോതസ്സിൽ ഇളക്കം സംഭവിക്കുന്ന ഈ ഒരു സെൻസർഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ വികൃതമാകുന്ന രീതിയിൽ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് തന്നെ നമ്മളെ ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാവുന്ന രീതിയിലേക്കുള്ള ഈ പ്രവണതകൾ നിർത്താൻ നമ്മൾ. അതെന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ അഭിരുചികൾ ഇതിലൂടെ വളർത്തിയെടുക്കാനും അവരുടേതായ നേട്ടങ്ങളിലേക്കും ഉയർച്ചയിലേക്കും പോകാനും സാധിക്കുന്ന ഒരു മാധ്യമമാണ് ഇത്. കാരണം ഒരുപാട് ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ചെറിയ രീതിയിൽ തന്നെ ഒരാൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു മൊബൈൽ മാത്രം മതി. അത് നെറ്റും
ഇപ്പോഴത്തെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു സെൻസറിങ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നേരം അത് സെൻസറിങ് വന്നിട്ട് ഇത്തരം ആളുകളിലെ അഭിരുചികളെ വളർത്തിയെടുക്കാനുള്ള ആ ഒരു പൊതു മാധ്യമത്തെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും, നമ്മൾ ആരായാലും. അപ്പോൾ അങ്ങനത്തെയുള്ള പ്രവർത്തികൾ തുടരാതിരിക്കുക, അതാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ശ്രവിച്ച ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു.